ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ബ്രൗണി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് വൈറ്റ് ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് വൈറ്റ് എടുത്തത്. ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവ് ആണ് ചെയ്തത്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളമയം പാടില്ല. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും ചോക്ലേറ്റ് ചിപ്സും ആ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സീവ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സീവ് ചെയ്താൽ മതി. കേക്കിന് പോലെ 2-3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഇതപ്പോൾ നമ്മുടെ മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിന് പോലെ ഒരുപാട് തേച്ച് മയപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം. ഞാൻ 1/4 കപ്പും പിന്നെ കുറച്ചും കൂടെ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഈ അളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗള് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാവ് അതിലേക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഓവൻ ഇപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. എൻ്റെ ഓവനിൽ 45 മിനിറ്റ്സ് ആണ് എടുത്തത്. ഒരു 35 to 45 മിനിറ്റ്സ് വരെ എടുക്കാം. അത് ഓരോരുത്തരുടെ ഓവൻ ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം. ഇത് ഇനി നമുക്കൊന്ന് വൈറ്റ് പൗഡേർഡ് ഷുഗർ വെച്ചിട്ട്
ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇതിൻ്റെ മുകൾ ഭാഗം. ഇനിയിപ്പോൾ നമുക്ക് ബ്രൗണി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ചെറുതായിട്ട് ഹാർഡായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബ്രൗണി. വളരെ രുചികരമാണ് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. നമ്മൾ ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എല്ലാം ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതുമല്ലെങ്കിൽ വാനില ഐസ്ക്രീമിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.